കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ ഓഫീസിന് നേരെ സിപിഐഎം പ്രവർത്തകർ അക്രമം നടത്തിയെന്ന് ആരോപിച്ച അടിമാലിയിൽ ബിജെപി പ്രവർത്തകർ പ്രതിഷേധ പ്രകടനവും പ്രതിഷേധ യോഗവും സംഘടിപ്പിച്ചു. ബിജെപി അടിമാലി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധ പരിപാടി സംഘടിപ്പിച്ചത്. ബിജെപി കോട്ടയം മേഖലാ ജനറൽ സെക്രട്ടറി വി.എൻ. സുരേഷ് പ്രതിഷേധ യോഗം ഉദ്ഘാടനം ചെയ്തു. തൃശൂരിൽ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ ഓഫീസിന് നേരെ സിപിഐഎം പ്രവർത്തകർ അക്രമം നടത്തിയെന്ന് ആരോപിച്ചും സുരേഷ് ഗോപിക്കും ബിജെപിക്കുമെതിരെ സിപിഎമ്മും കോൺഗ്രസും കുപ്രചാരണം നടത്തുന്നുവെന്നും ആരോപിച്ചായിരുന്നു അടിമാലിയിലും ബിജെപി പ്രവർത്തകർ പ്രതിഷേധം സംഘടിപ്പിച്ചത്. വിഷയത്തിൽ ബിജെപി സംസ്ഥാന വ്യാപകമായി ആഹ്വാനം ചെയ്ത പ്രതിഷേധ പരിപാടിയുടെ ഭാഗമായിട്ടായിരുന്നു ബിജെപി അടിമാലി മണ്ഡലം കമ്മിറ്റിയുടെ പ്രതിഷേധ പ്രകടനവും യോഗവും സംഘടിപ്പിച്ചത്. ബിജെപി കോട്ടയം മേഖലാ ജനറൽ സെക്രട്ടറി വി.എൻ. സുരേഷ് പ്രതിഷേധ യോഗം ഉദ്ഘാടനം ചെയ്തു. കേരളത്തിൽ തെരഞ്ഞെടുക്കപ്പെട്ട ഒരു എംപിയുടെ ക്യാമ്പ് ബോക്സിലേക്ക് ഈ കേരള നാട് ഭരിക്കുന്ന സിപിഎമ്മിൻ്റെ നേതൃത്വത്തിൽ ഇന്നലെ വലിയൊരു അതിക്രമം നടക്കുകയുണ്ടായി. അതിനെതിരെ പ്രകടനം നടത്തിയ തൃശ്ശൂർ സിറ്റി ജില്ലാ അധ്യക്ഷനടക്കമുള്ളവരെ സിപിഎമ്മിൻ്റെ പോലീസ് ആക്രമിച്ച് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് ബിജെപി ഇന്ന് കേരളത്തിൽ വ്യാപകമായ പ്രതിഷേധം സംഘടിപ്പിച്ചിട്ടുള്ളത്. വരാൻ പോകുന്ന തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ ബിജെപിക്ക് ഉണ്ടാകാൻ പോകുന്ന വളർച്ച മുന്നിൽ കണ്ട വിറളി പൂണ്ടാണ് സിപിഎമ്മും കോൺഗ്രസും ബിജെപിക്കെതിരെ കുപ്രചാരണം നടത്തുന്നതെന്ന് പ്രതിഷേധ യോഗത്തിൽ സംസാരിച്ചവർ ആരോപിച്ചു. ബിജെപി അടിമാലി മണ്ഡലം പ്രസിഡന്റ് അനീഷ് എൻ.എസ്, ന്യൂനപക്ഷ മോർച്ച സംസ്ഥാന സെക്രട്ടറി സോജൻ ജോസഫ്, എസ്.ടി മോർച്ച സംസ്ഥാന സെക്രട്ടറി ദീപ പ്രശാന്ത്, മണ്ഡലം സെക്രട്ടറി ജയേഷ് ചാരക്കാട്ട്, വൈസ് പ്രസിഡന്റ് മഹേഷ് വാളറ, സി.വി. ബാബു, സി.എൻ. മധുസൂദനൻ, ഡോക്ടർ ജോയി കോയിക്കക്കുടി, പി.ജി. ഗിരീഷ്, സുരേഷ് അമ്പാടി എന്നിവർ പരിപാടിക്ക് നേതൃത്വം നൽകി. സിറ്റി വിഷൻ, അടിമാലി.